ഇന്ന് ഞാൻ വെജിറ്റബിൾ ജൽഫ്രൈസ് കറിയാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു കറിയാണ്. അതിൻ്റെ കൂടെ ഓയിൽ ഒഴിച്ചു, ജീരകവും വറ്റൽമുളകും ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 കറിക്കുള്ളതാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ നമുക്ക് വേറെ കറികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, വലുത്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വേവിച്ചെടുത്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ടൊമാറ്റോ പ്യൂരിയും അതേപോലെ തന്നെ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് അത് വെള്ളം വറ്റണ വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക എല്ലാം വറ്റി എടുത്ത് എന്താ പറയുക വറ്റിയിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ കറികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ചീത്തയാവൊന്നുമില്ല. ഫ്രീസറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ പോകണം. അതിന് ഓയിൽ ഒഴിച്ചു, കുറച്ച് ജീരകം ഇട്ടു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോളിഫ്ലവറാണ്. അപ്പോൾ റോ കോളിഫ്ലവർ ആയതുകൊണ്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റോ വെജിറ്റബിൾസ് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം കേട്ടോ ഈ കറി. അതാണ് ടേസ്റ്റ് കേട്ടോ ഈ കറിയുടെ. അപ്പോൾ ഇതിന് ഞാൻ ബീൻസ്, ക്യാപ്സിക്കം, നമുക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ക്യാരറ്റ്, അതേപോലെ തന്നെ ഗ്രീൻ പീസ്, ഇത്രയും കൂട്ടോട്ടോ ഞാൻ എടുക്കണത്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രോസണും ഉപയോഗിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പനീറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അധികം അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതേ ഇനിയിപ്പോൾ ഞാൻ ബട്ടറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഈ കറിക്ക്. അപ്പോൾ ഗരം മസാല, കുറച്ച് ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ബട്ടറൊക്കെ ചേർക്കണതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയും നല്ല ക്രഞ്ചി ആയിരിക്കും കേട്ടോ ഈ കറി. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കാശ്മീരി പൗഡറും അതേപോലെ തന്നെ നമ്മുടെ കസൂരി മേത്തിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ കറി മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സവാള ഞാൻ ഒരെണ്ണം കൂടി വഴറ്റാൻ വെക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഈ കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒന്നും കൂടി ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് എന്താ പറയുക ഉപ്പാത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ച മറ്റേ സവാള വഴറ്റിയതും കൂടി ചേർത്ത് കൊടുക്കുക, മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ജൽഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ വേർഷനിൽ തന്നെ ഞാൻ എടുക്കാറാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈറ്റ് റൈസും ചപ്പാത്തി അതേപോലെ പൊറോട്ടയുടെ ഒക്കെ കൂടെ നാണൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. കുബൂസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ.